രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വന്ന സംശയങ്ങൾ പലതാണ്. കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് പുറത്താക്കുന്ന ആൾ എങ്ങനെ MLA ആയി തുടരും? ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട് സസ്പെൻഷനിലായ രാഹുലിൻ്റെ കൂടെയാണോ പരാതിക്കാരുടെ കൂടെയാണോ കോൺഗ്രസ്? ഇരകൾക്കൊപ്പം ആണെങ്കിൽ രാഹുലിനെ പ്രതിരോധിച്ച് ഇപ്പോഴും സംസാരിക്കുകയും സമരം നടത്തുകയും മാധ്യമപ്രവർത്തകർക്കെതിരെയും പരാതിക്കാരികൾക്ക് എതിരെയും സൈബർ ആക്രമണങ്ങളും നിലപാടുകളും എടുക്കുന്നത് കോൺഗ്രസിന് ചേർന്ന നടപടിയാണോ? കോൺഗ്രസ് സൈബർ വിഭാഗമാണ് സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പരാതി ഇല്ലാതെ എങ്ങനെ രാഹുലിനെതിരെ കേസെടുക്കും എന്ന് ചോദിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. രാഹുലിന് MLA ആയി തുടരാം എന്ന് പറഞ്ഞ് രാഹുലിനെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. രാഹുലിനെ പാലക്കാട് കളത്തിലിറക്കാൻ വേണ്ടി ഗ്രൂപ്പ് യോഗങ്ങൾ നടത്താൻ മുമ്പിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. മാങ്കൂട്ട മാഫിയയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തി ജയിലിൽ ആയവരെ ജയിലിൽ സന്ദർശിച്ച് മഹാൻ ആണ് ഷാഫി. ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാരനെ സംരക്ഷിക്കില്ല, സ്ത്രീകളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ഇറങ്ങി നടക്കുമ്പോഴും ഇപ്പോഴും രാഹുലിനെ പൊതിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ്. ഇത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടല്ല. കോൺഗ്രസിനെ നയിക്കുന്ന രാഹുൽ യഥാർത്ഥത്തിൽ ആരാണ്, ഏതാണ്?